നമസ്കാരം. V1 ആലുവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. 2025 നവവത്സര ആഘോഷങ്ങൾക്ക് വിരാമമിട്ട് തുമ്പിച്ചാൽ ഫെസ്റ്റിന് തിരശീല വീണു. ജനങ്ങൾ ആഘോഷത്തോടെ ഏറ്റെടുത്ത നീണ്ട 11 ദിവസം ആഘോഷ തിമിർപ്പിന്റെ നാളുകൾ സമ്മാനിച്ച ആലുവ ചാലക്കൽ തുമ്പിച്ചാൽ ചിറ കേന്ദ്രീകരിച്ച തുമ്പിച്ചാൽ കൂട്ടം സംഘടിപ്പിച്ചു വന്ന തുമ്പിച്ചാൽ ഫെസ്റ്റ് ഡിസംബർ 31 രാത്രി 12 മണിക്കുള്ള വെടിക്കെട്ടോടെ സമാപനം കുറിച്ചു. ചിറയോട് ചേർന്ന് കിടക്കുന്ന കീഴ്മാട് പഞ്ചായത്തിലെ 6-7 വാർഡുകളിലെ മെമ്പർമാരുടെ പിന്തുണയോടെയാണ് ചെയർമാൻ സുഭാഷ് വെളിയത്ത്, ഫൈസൽ മാളിയേക്കലിന്റെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമ ഫലമായി ഇത് നാടിനെ ആകർഷിച്ച ഒരു വലിയ ഉത്സവമായി മാറ്റിയത്. തുമ്പിച്ചാൽ ഫെസ്റ്റ് കഴിഞ്ഞ 2 വർഷത്തേക്കാൾ മികച്ച നിലവാരത്തോടുകൂടി നടത്തിയെന്ന് നാട്ടുകാർ അഭിപ്രായം പറയുന്നു. ഇന്നലെ വൈകിട്ട് ആയിരങ്ങൾ എത്തിച്ചേർന്ന തുമ്പിച്ചാൽ ചിറയിൽ സമിതി പ്രസിഡന്റ് ഫൈസൽ മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ശ്രീ രമേശ് സ്വാഗതം പറഞ്ഞു. കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സതീലാലു ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിലെ ഒരു ഉത്സവമായി ഫെസ്റ്റ് മാറിയെന്നും വരും വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്നും ടൂറിസം മേഖലയായി ഈ പഞ്ചായത്ത് മാറുമെന്നും അതിനായി പരിശ്രമിക്കേണ്ടി വരുമെന്നും വർഷങ്ങളിൽ അതിനുള്ള ഫലം കാണാമെന്നും ഏവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സതീലാലു അഭിപ്രായപ്പെട്ടു. ഇത്രയും ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയിൽ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ തന്നെ ഒരു ഉത്സവമായി കണ്ടുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഈ ഒരു തുമ്പിച്ചാൽ ഫെസ്റ്റ് സംഘടിപ്പിച്ച തുമ്പിച്ചാൽ കൂട്ടത്തിന് അല്ലെങ്കിൽ ഇതിന്റെ സംഘാടക സമിതിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുടർന്നും നമുക്കറിയാം 10 ഏക്കറോളം വരുന്ന ഈ ഒരു തുമ്പിച്ചാൽ തടാകം നല്ലൊരു ജലസ്രോതസ്സാണ്. ഇത് നമ്മൾ നിലനിർത്തി പോവുക തന്നെ വേണം. വരും നാളുകളിൽ അത് 2025 നല്ലൊരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അല്ലെങ്കിൽ ഐശ്വര്യപൂർണവുമായിട്ടുള്ള ആരോഗ്യപരവുമായിട്ടുള്ള ഒരു നല്ലൊരു പുതുവർഷമാകട്ടെ. ഈ ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കൊച്ചുമക്കൾക്ക് ഈ ഒരു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു മാതൃകാപരമായ പ്രവർത്തനം കൂടിയാണ് ഇവിടെ നമ്മൾ കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും വരും നാളുകളിൽ ഇനി കൂടുതൽ വിപുലമായ രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഈ ഒരു സംഘാടക സമിതിക്കും അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു കൂട്ടായ ഒരു ഉത്തരവാദിത്വത്തിന്റെ അല്ലെങ്കിൽ നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഈ ഒരു പ്രവർത്തനത്തിന് കൂടുതൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു പരിപാടി നല്ല രീതിയിൽ ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഒരു സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ പുളിക്കൽ, സതീശൻ കുഴിക്കാട്ടുമാലിയും, രജീഷ് ടിആർ, അഡ്വക്കേറ്റ് ഫസീല ബക്കർ, ഡോക്ടർ മുജീബ് കുട്ടമശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സമ്മേളനാനന്തരം വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കും നാടിന്റെ മാതൃകാപാത്രങ്ങൾക്കും മെമന്റോകൾ നൽകി ആദരിച്ചു. മലപ്പുറം മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് ഫസീല ബക്കർ, ആരോഗ്യ പരിരക്ഷാ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് ഡോക്ടറേറ്റ് പദവി ലഭിച്ച ഡോക്ടർ മുജീബ് കുട്ടമശ്ശേരി, പ്രസിദ്ധ സിനിമാ താരവും എഴുത്തുകാരൻ കൂടിയായ റഫീഖ് ചൊക്ലി, കായിക മേഖലയിൽ നേട്ടങ്ങൾ കൊയ്ത രവി NI, ദിയ ഫാത്തിമ, മാസ്റ്റർ ഹാദി മുഹമ്മദ്, ആംബുലൻസ് രക്ഷാരംഗത്ത് നിസ്വാർത്ഥ സേവനത്തിന് അലി മുള്ളംകുഴി എന്നിവർ ആദരിക്കപ്പെട്ടു. കൂടാതെ യുവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ തുമ്പിച്ചാൽ കർഷകശ്രീയായി ശ്രീജേഷും ഭാര്യ ശ്രുതിയെയും യുവ കർഷക സംഘടനയായ സൂര്യ പുരുഷ സ്വയം സഹായ സംഘത്തെയും ചടങ്ങിൽ ആദരിച്ചു. റഫീഖ് ചൊക്ലി തന്റെ കലാജീവിതത്തിൽ തനിക്ക് ഇതൊരു നവ്യാനുഭവമാണെന്നും ന്യൂ ഇയർ എന്നാൽ സിറ്റികളിൽ കാണുന്ന DJ നിശാസന്ധ്യയല്ല, മറിച്ച് ഈ കാണുന്ന നാട്ടുകാർക്കൊപ്പം വേദി പങ്കിട്ട് അവരോടൊപ്പം സന്തോഷം കണ്ടെത്തലാണെന്നും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. നിങ്ങൾ എല്ലാവരും എത്ര കണ്ട് പ്രശംസിച്ചാലും അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ നാടിനെ മലയാള തനിമയുള്ള ഒരു നാടായി ഇത് മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 10-20 വർഷമായി ഇതുപോലത്തെ ഒരു ആഘോഷം കണ്ടിട്ട്
ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമായി അത് മാറുമായിരുന്നു. ഇത്തരം ആഘോഷങ്ങൾ കാണണമെങ്കിൽ സിനിമയിലായാലും ഒരു 1970 മുമ്പേയുടെ സിനിമ കാണണം. ഇപ്പോഴത്തെ സിനിമയിൽ പോലും ഇത്തരം ആഘോഷങ്ങളില്ല. അപ്പൊ മലയാളി എങ്ങനെയാണ് ഏതൊരു ആഘോഷവും ആഘോഷിക്കേണ്ടതെന്ന് തുമ്പിച്ചാൽ പ്രവർത്തകരും നിവാസികളും കാണിച്ചു കൊടുക്കുക. ഇതാണ് ആഘോഷം. അല്ലാതെ DJ പാർട്ടിയോ മദ്യപിക്കലോ അല്ലെങ്കിൽ ബഹളമുണ്ടാക്കലോ ഒന്നുമല്ല ആഘോഷം. ഇതാണ് യഥാർത്ഥത്തിൽ മലയാളികൾ ആഘോഷിക്കേണ്ട ആഘോഷം. ഇത് നിങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ല ഹൃദയമുള്ളവർ, നല്ല കലാകാരന്മാർ. ഇപ്പോൾ ഞാൻ കഥ എഴുതി തിരക്കഥ എഴുതിയ സിനിമയിൽ രമേശ് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് കലാഹൃദയമുള്ളവർ ഈ നാട്ടിലുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകതയാണ് ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ നിലനിർത്തണം. നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാൾ മാധുര്യമുണ്ട് എന്റെ നാട്ടുകാർ ചേർന്ന് നൽകിയ ഈ ആദരവെന്നും തുമ്പച്ചാലിനോടുള്ള അതിരിട്ട സ്നേഹം കൊണ്ടാണ് തന്റെ സേവന പ്രവർത്തന മേഖലയിൽ പാലിയേറ്റീവ് കെയറിന്റെ പുതിയ കെയർ സെന്റർ തുമ്പിച്ചാലിനോട് ചേർന്ന് വരുന്നതെന്നും നാടിന് സേവനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡോക്ടർ മുജീബ് കുട്ടമശ്ശേരി. അതല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായവർക്ക് തന്നെ മാരക രോഗങ്ങൾ ബാധിച്ചവർക്കൊക്കെ അവസാനം അത്താണിയായിട്ടുള്ള ഒരു പാലിയേറ്റീവ് കെയർ പരിചരണ കേന്ദ്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർമാരെല്ലാവരും വളരെ സപ്പോർട്ടോടു കൂടി നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ റഫീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ സംരംഭത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ 2025 വരുമ്പോൾ തീർച്ചയായും നമുക്കറിയാം, ഒരു വർഷം നമ്മളിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ജനനവും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ ആ ദൂരം കുറയുന്നത് ഒരു സങ്കടമായും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹം, കാരണം നമുക്കറിയാം പലരും ഈ വർഷം നമ്മളിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കില്ലാത്ത അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു പ്രിവിലേജാണ് നമുക്ക് കിട്ടിയ ഈ ജീവിതവും മറ്റു സൗകര്യങ്ങളൊക്കെ. തീർച്ചയായും നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, കഷ്ടപ്പെടുന്നവർക്ക് കൈത്താങ്ങായി, ഒറ്റപ്പെട്ടവർക്ക് കൂട്ടുകാരായി ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ പറഞ്ഞ 3 ഡയലോഗും എൻ്റെ സഹോദരൻ മരണപ്പെട്ട റിയാസ് കുട്ടമശ്ശേരിയുടെ വചനങ്ങളാണ്. ഏതാണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും സംഘാടക മികവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വാർഡിലെ മുൻ മെമ്പറായിരുന്ന ഇപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റായി ഉദ്യോഗം ലഭിച്ച അഡ്വക്കേറ്റ് ഫസീല ബക്കർ. പ്രയത്നഫലമായിട്ട് ഇവിടെ തുമ്പിച്ചാൽ ഫെസ്റ്റ് നടന്നു വരികയാണ്. ഇത് കണ്ടാൽ ശരിക്കും ഏതൊരാൾക്കും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ദീപാലംകൃതമായിട്ടുള്ള തുമ്പിച്ചാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവം തന്നെയാണ് തുമ്പിച്ചാൽ ഫെസ്റ്റ്. നമ്മുടെ നാട്ടിൽ മറ്റ് ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ഉത്സവം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒത്തുചേരാൻ പറ്റുന്ന മറ്റ് ഉത്സവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തുമ്പിച്ചാൽ ഫെസ്റ്റിൻ്റെ ആ ഒരു പേരിൽ ജാതി മത വർഗ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പ്രയത്നഫലമായിട്ട് നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് കൂട്ടായിട്ട് പ്രയത്നിക്കുവാനും കൂട്ടായിട്ട് ആഘോഷിക്കുവാനും സാധിക്കുന്ന ഒരു വേദി ഈ തുമ്പിച്ചാൽ ഫെസ്റ്റ് വഴി ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഈ തുമ്പിച്ചാൽ കൂട്ടത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അഭിനന്ദനം അർഹിക്കുന്നവരാണത്. അക്ഷമരായിരിക്കുന്ന ജനസാഗരങ്ങളെ മടിപ്പിക്കാതെ വളരെ ലളിതമായൊരു സമ്മേളനത്തിൽ സനൽ മനക്കക്കാട് നന്ദിയും പറഞ്ഞു. സമ്മേളനാനന്തരം സിനിമ പിന്നണി കൊറിയോഗ്രാഫർമാരും ഗായകരും ചേർന്ന് ആലപ്പുഴ ബ്രദേഴ്സിന്റെ നർത്ത സംഗീത വിരുന്നും നടന്നു. ഇന്നുവരെ കാണാത്ത തിരക്കായിരുന്നു ഇന്നലെ തുമ്പിച്ചാൽ സാക്ഷ്യം വഹിച്ചത്. കലാഭവൻ മണിയെ അനുകരിച്ചു വന്ന സിൻഡോ ചാലക്കുടി ആളുകളെ കയ്യിലെടുത്തു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവർ, എല്ലാവർക്കും സുഖമാണോ? ആണോ? എന്തായാലും ഒരുപാട് സന്തോഷം ഇന്നിവിടെ വന്ന് ചേരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും തമ്പുരാനോട് ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആണെങ്കിൽ ഒരു കുഞ്ഞിക്ക് ഒരു കയ്യടി കിട്ടിയ വലിയൊരു സന്തോഷമായിരുന്നു. ഒന്ന് കൈയടിച്ചോ നോക്കട്ടെ എല്ലാവരും. ഇത്തരം പേരുടെ കൈയടി. ഈ ഇളയ കലാകാരൻ്റെ വക ഒരു ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ അറിയിച്ചുകൊണ്ട്
നമ്മുടെ നാടിൻ്റെ സ്നേഹം അറിയിക്കാനായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഒന്ന് കത്തിച്ചു പിടിക്കാമോ? മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഉയർത്തി പിടിക്കാമോ? കയ്യിൽ മൊബൈലുള്ളൊരു ആ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് കത്തിച്ച് പിടിച്ച് നോക്കട്ടെ. നമ്മുടെ നാടിൻ്റെ സ്നേഹം. നാളെ അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. സ്വർഗത്തിൽ ആ വലിയ കലാകാരൻ്റെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ ആണ്. ഇന്ന് തലേ ദിവസമാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. എല്ലാവരും ആ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഉയർത്തി പിടിച്ച് ഒന്ന് കത്തിച്ച് കാണിച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങ് അകലേന്ന് തുടങ്ങിയിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നോക്കട്ടെ, ഒന്ന് ഉയർത്തി പിടിക്കാമോ? ഒന്ന് ഉയർത്തി പിടിച്ച് നോക്കട്ടെ. നമ്മുടെ നാടിൻ്റെ സ്നേഹം. ഒരുപാട് സന്തോഷം. നമുക്ക് മണിച്ചേട്ടൻ്റെ മിന്നാമിനിങ്ങ പാട്ടിലേക്ക് ഒന്ന് പോകാം. റെഡി? മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടം. ഏറെ ഹരം കൊള്ളിച്ച ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഗായകൻ പ്രമോദും സംഘവും ചേർന്ന് ഗംഭീരഗാനമേളയും 12 മണിക്ക് പുതുവത്സരത്തിന്റെ ഗംഭീരമായ വെടിക്കെട്ടോടെ ഈ വർഷത്തെ തുമ്പിച്ചാൽ ഫെസ്റ്റിന് തിരശ്ശീല വീണു. പരിപാടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉടൻ വരും. പുതിയ വിശേഷങ്ങളുമായി കാണും വരെ വണക്കം, നന്ദി. കൂടെ തിരയിൽ ചായുന്ന